ഷിംജിത ജാമ്യത്തിൽ പുറത്തിറങ്ങും എന്നാണ് പുള്ളി മല്ലു പറയുന്നത്. അതിജീവിത എന്ന ടാഗും കിട്ടും. നഷ്ടം ദീപകിൻ്റെ കുടുംബത്തിന് മാത്രം എന്നാണ് പറയുന്നത്. ദീപകിൻ്റെ അമ്മയും ഒരു സ്ത്രീയാണ്. അവർക്ക് നഷ്ടപ്പെട്ട മകനെക്കുറിച്ചൊരു സങ്കടം അവർക്കുമുണ്ട്. ഷിംജിതയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ തെളിവുകൾ ഷിംജിതയ്ക്കെതിരാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇതിനകത്തൊരു ചെറിയ ഒരു പ്രശ്നമുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിങ്ങനെ അടച്ചാക്ഷേപിച്ചൊരു ക്യാമ്പയിൻ പോലെ മുന്നോട്ട് പോകുമ്പോഴുള്ള ഒരു ചെറിയ പ്രശ്നം, യഥാർത്ഥത്തിൽ ഇങ്ങനെ ദുരനുഭവങ്ങൾ നേരിട്ടവരെ നമ്മൾ കാണാതെ പോവുകയോ അവരുടെ വിഷമങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയോ ചെയ്യും എന്നുള്ളതാണ്. കാര്യം ഒരു പുരുഷനൊരു ബസ്സിൽ അനുഭവിക്കുന്നതിൻ്റെ ഇരട്ടിയിലേറെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ഓടുന്ന ബസ്സിലോ ഒരു തീവണ്ടിയിലോ ഒക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ സഹോദരിയോട് ഒന്ന് ചോദിച്ചാൽ മതി. കയ്യിൽ സേഫ്റ്റി പിന്നുമായി നടക്കേണ്ടി വരുന്ന അവസ്ഥ ഒരു പുരുഷന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മുടെ മുന്നിലെ വാസ്തവം. അതാണ് അതിന് പിന്നിലെ പ്രശ്നം. ഷിജിത ചെയ്തത് കുറ്റം തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരു പ്രശ്നം ഇതാണ്. ഈ അവസരം മുതലാക്കാൻ വേണ്ടി ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, അവരെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്.